എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയം കളയുന്ന 10 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവേ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മളെ വേവലാതിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നമ്മളെ സ്ട്രെസ്സ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ കമ്പൈൽ ചെയ്ത് 10 കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, നമ്മുടെ സമയം കളയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അധിക പ്ലാനിങ് എപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അധികമായി നമ്മൾ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത്. ടൈം ടേബിൾ ഉണ്ടാക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരുപാട് സോഴ്സസ് തപ്പുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കെന്താണ്, പഠിക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് ഏതെങ്കിലും രീതിയിൽ പെട്ടെന്ന് എത്തുക എന്നുള്ളതിന് പകരം പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പലർക്കും ഈ പറഞ്ഞ ആദ്യത്തെ ദിവസം പ്ലാൻ ചെയ്യുക, രണ്ടാമത്തെ ദിവസം പ്ലാൻ ചെയ്യുക, വീണ്ടും പ്ലാൻ മാറ്റുക, അങ്ങനെ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മറ്റ് മെയിൻ കാര്യത്തിലേക്ക് വരാത്തൊരു ഡൈവേർഷൻ ഉണ്ടാവാറുണ്ട്. കൂടുതൽ അഭിപ്രായങ്ങൾ. എപ്പോഴും പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. പഠിക്കുന്നതിനെക്കുറിച്ചുണ്ടാവും, എത്ര സമയം പഠിക്കണം എന്നുള്ളതിനുണ്ടാവും, അതുപോലെ തന്നെ മറ്റ് എന്ത് പഠിക്കണം, ഏത് പരീക്ഷയ്ക്ക് പഠിക്കണം എന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ഫിക്സ് ചെയ്യുന്നൊരു കാര്യത്തിൽ നിന്ന് പിന്നെ മാറാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മുടെ ഒരു എന്താ പറയുക, കഴിവിനനുസരിച്ചിട്ടാണല്ലോ നമ്മളൊരു പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് മറ്റുള്ളവരുടെ അഭിപ്രായം കൊണ്ട് മാറാനോ അല്ലെങ്കിൽ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് തന്നെ നിൽക്കണം എന്നുള്ളതാണ് കാര്യം. 3 അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ. എപ്പോഴും നമ്മൾ അനാവശ്യമായിട്ടുള്ള ചില ആൾക്കാർ തർക്കിക്കാനോ മറ്റു കാര്യങ്ങളിലും വരും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള നമ്മുടെ കാര്യം ന്യായീകരിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ പൊതുവെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അപ്പുറത്തെ സൈഡിൽ എന്തുമാവട്ടെ, നമ്മളൊരു സ്ട്രെസ്സിൽ പഠിക്കുകയാണ്, മറ്റു കാര്യങ്ങളിൽ. അപ്പോൾ മറ്റൊരു വാഗ്വാദത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ സമയത്ത് നമ്മുടെ മൂഡ് സ്വിങ്സ് എപ്പോഴും നമ്മളെ ബാധിക്കും. നമുക്ക് എപ്പോഴും എന്താ പറയുക, സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും, ചില സമയത്ത് മോട്ടിവേറ്റഡ് അല്ലാതെ ഇരിക്കുന്ന സമയമുണ്ടാവും. അപ്പോൾ ഒരു വിധത്തിലുള്ള എന്താ പറയുക, ഇങ്ങനെയുള്ള റിഫ്റ്റുകളിൽ, തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുകയാണ് ഈ സമയത്ത് എപ്പോഴും വേണ്ടത്. കാരണം നമ്മളെപ്പോഴും വളരെ പീസ്ഫുൾ ആയിരിക്കണം. 4 എല്ലാവരുടെയും സമ്മതം ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥ. എല്ലാത്തിനും എല്ലാവരുടെ സമ്മതവും ചില സമയത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ ചില കാര്യങ്ങൾക്ക്, ഇപ്പം ചില പരീക്ഷകൾ പഠിക്കുന്നതിന്, അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് എപ്പോഴും നമുക്ക് എല്ലാവരുടെയും സമ്മതം. ബന്ധുക്കൾ എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിക്കും. അടുത്ത പോയിന്റിന് അതാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത. ഇപ്പോൾ ബന്ധുക്കൾ എന്ത് പറയും, മറ്റവരെന്ത് പറയും, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ഈ പ്രായത്തിൽ പഠിക്കാൻ പറ്റുമോ, അങ്ങനെ പല തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് നമ്മൾ തന്നെ വെക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് വിചാരിക്കുന്നത്. റിസൾട്ടുകളുമായി ബന്ധപ്പെട്ട വേവലാതി. എപ്പോഴും നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് റിസൾട്ടിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്, ആവശ്യമാണത്. പക്ഷേ അമിതമായിട്ടുള്ള ആങ്സൈറ്റി നമ്മളെ എന്ത് ചെയ്യിപ്പിക്കും, ആ പ്രൊഡക്ടിവിറ്റി, ആ എഫിഷ്യൻസി കുറക്കുക തന്നെ ചെയ്യും. കാരണം നമുക്ക് അൾട്ടിമേറ്റ്ലി എന്താണ് വേണ്ടത്, സമാധാനമായിട്ട് പഠിക്കാണ് വേണ്ടത്. അപ്പോൾ എഫേർട്ട് ഇടുന്ന സമയത്ത് അധികം ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ റിസൾട്ടിനെ അത് ബാധിക്കും. ഫോൺ നോട്ടിഫിക്കേഷൻസ്, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്, ഒരുപാട് റെക്കമെൻഡേഷൻസ് വരുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് അലൂഫായി നിൽക്കുക എന്ന് പറയുന്നത് വളരെയധികം സ്ട്രഗിളായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും, നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ജോലി ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ ഒരുപാട് ഫോൺ നോട്ടിഫിക്കേഷൻസ്, കോളുകൾ, മെസ്സേജസ്, വാട്സപ്പ് ചാറ്റ്സ് ഒക്കെ വരുന്നുണ്ടാവും. ഇതിൽ നിന്നൊക്കെ മാറിയിട്ടൊരു ക്വാളിറ്റി ടൈം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ സ്ട്രെനുവസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ താഴ്ത്തുന്ന കാര്യങ്ങളാണ്, നമ്മളൊരു മോട്ടിവേറ്റഡ് ആക്കാത്ത കാര്യമാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ പഠിച്ചിട്ട് എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നില്ല. കാരണം അതിൽ ഫോൺ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും, കോൾ ഉണ്ടാവും, വാട്സപ്പ് മെസ്സേജസ് ഉണ്ട്. ഇതൊക്കെ അയച്ചു കഴിഞ്ഞിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അതിൽ പഠനം എന്ന് പറയുന്നൊരു ക്രൈറ്റീരിയക്ക് എത്ര കൊടുത്തു എന്ന് ചോദിച്ചാൽ അധികം ഫോക്കസ് കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 8ാമത് ആവശ്യത്തിൽ കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസ്. ഈ കിടന്ന് ടെലിഗ്രാമിലും മറ്റേലും മറിച്ചയിലൊക്കെ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിന്, അല്ലെങ്കിൽ എക്കണോമിക്സിന് ഒന്നിൽ കൂടുതൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഒരേ എക്കണോമിക്സ് അല്ലേ, പുതിയ എക്കണോമിക്സ് വരില്ലല്ലോ. മാക്സിമം 1 or 2 അതിൽ കൂടുതൽ ടെക്സ്റ്റ് ബുക്കുകളും ചോദ്യപേപ്പറുകളും PDF നമ്മുടെ സമയമാണ് കളയുന്നത്. അൾട്ടിമേറ്റ്ലി ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എക്കണോമിക്സിന് 5 മാർക്കാണ് വെയിറ്റേജ് എന്ന് വിചാരിച്ചു. ആ വെയിറ്റേജിന് പഠിക്കേണ്ട കാര്യങ്ങളല്ലേ പഠിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് റെഫർ ചെയ്ത് പുതിയ PDF-ൻ്റെ ഏതെങ്കിലും ഒരു ടെലിഗ്രാം ചാനൽ വന്നു അപ്പോൾ തന്നെ അത് നോക്കാമെന്ന് വിചാരിച്ചു. ഈ ആങ്സൈറ്റി എന്താ ഉണ്ടാക്കുന്നത്, നമ്മൾ ശരിക്കും ഒരു ബേസിക് കാര്യം ചെയ്യുന്നതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആസ്വദിക്കാത്ത പഠനം, അതെപ്പോഴും ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മൾ പഠനം ആസ്വദിക്കുന്നില്ലെങ്കിൽ അതൊരു ഭയങ്കര ടിഡിയസ് ടാസ്ക്കാണ്. അപ്പോൾ രാവിലെ 4 മണിക്ക് എണീക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായി തോന്നും, അല്ലെങ്കിൽ രാത്രി 12 മണി ഇരിക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നും. അതല്ല, അതൊരു പാഷൻ പോലെയാണെങ്കിൽ അതൊരു രസമായിട്ട് മുമ്പോട്ട് പോകും. അപ്പം ആസ്വദിക്കാത്ത പഠനം ഒരു പ്രശ്നമാണ്. 10 കംഫർട്ട് സോൺ, പതിവ് രീതിയിൽ നിന്ന് മാറാത്ത പഠന രീതി. അപ്പോൾ നമുക്ക് ചില സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് നോക്കിയപ്പോൾ, അല്ലെങ്കിൽ കീ നോക്കിയപ്പോൾ 45 കഴിഞ്ഞ ഒരു വർഷം നമ്മൾ
എക്സാം എഴുതിയപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു കട്ട് ഓഫ് റേഞ്ചാണ് കാണുന്നത്, 45, 50, അതിൽ കൂടുന്നില്ല. അപ്പോൾ നമ്മുടെ പഠന രീതി മാറ്റണ്ടേ? ഒരേ രീതിയിലുള്ള പഠനവും അതുപോലെ തന്നെ ഒരേ രീതിയിലുള്ള എന്താ പറയുക മെറ്റീരിയൽസിനോടുള്ള ആക്സസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ഇതേ മാർക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഇന്നത് ശരിയല്ല എന്ന് സെൽഫ് എവാലുവേഷൻ നടത്തി ശരിയല്ലാത്ത കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് ഒരേ മാർക്കിൽ സ്റ്റക്കായി പോകും. അതുകൊണ്ട് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ ആദ്യം പഠിച്ച് ഏറ്റവും നമ്മളെ ത്രെട്ടായി തോന്നുന്ന പോർഷൻസ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതൊക്കെ റിസോൾവ് ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയണം തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമുക്ക് ഫ്രൂട്ട്ഫുള്ളായി തോന്നാത്ത അല്ലെങ്കിൽ സമയം കളയുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.